ഗോകുൽ ഇവിടെ ഒരു ചോദ്യത്തിന് മറുപടിയായി പ്രധാനമന്ത്രി ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല എന്ന് എം ഡി രമേശ് പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഇപ്പോഴും നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നു, കമാന്ന രക്ഷണം അവിടെ BJP മിണ്ടുന്നില്ല. ഇത് ചക്കയാണോ മാങ്ങയാണോ ചോദിക്കുന്ന പോലെ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. വെറുതെ ഒരു പ്രഖ്യാപനം നടത്തി അതുണ്ടാക്കാനുള്ള ഡിവൈഡ് ഉണ്ടാക്കി അതങ്ങനെ അങ്ങ് പോകും. അല്ലാതെ ഒരു കരടും വരാൻ പോകുന്നില്ല, ഒരു ഡ്രാഫ്റ്റും വരാൻ പോകുന്നില്ല. ഇനി പറ, ഞാൻ കേക്കട്ടെ. അല്ല, UCC കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം BJPയുടെ പ്രകടന പത്രികയിലുള്ളതാണ്. അപ്പോൾ പ്രകടന പത്രികയിലുള്ള ആവശ്യവുമായിട്ട് BJP മുമ്പോട്ട് പോകുന്നു എന്നുള്ള തലത്തിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനാണ് 22ാം ലോ കമ്മീഷൻ ഈ പറയുന്ന UCCയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, സജഷൻസ് എന്താണ്, കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോ ഡ്രാഫ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് UCC എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഉറപ്പോടെ പറയാൻ കഴിയാത്ത എന്താണ് എം ഡി രമേശിന്? അല്ല, ഉറപ്പോടെ പറയാൻ കഴിയാത്ത എന്താണ് എം ഡി രമേശിന്? ഉറപ്പോടെ പറയാൻ കഴിയാത്ത എന്താണ് രാജീവ് ചന്ദ്രശേഖറിന്? ഇപ്പോ അതിന്റെ പാർലമെന്ററി സമിതി അധ്യക്ഷനായ സുശീൽ മോഡി തന്നെ പറയുന്നു ട്രൈബൽ വിഭാഗത്തെ ഒഴിവാക്കും. നാഗാലാൻഡ് മുഖ്യമന്ത്രിയോട് പറയുന്നു ക്രൈസ്തവ വിഭാഗത്തെ ഒഴിവാക്കി കൊടുക്കും. പിന്നെ എന്ത് UCC? തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയാം. ഹാഷ്മി, ഇത് 183 വർഷങ്ങളായിട്ട് പെൻഡിംഗിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. 1840 ലെക്സി ലോക്കി റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് 2023 വരെ എടുത്തു കഴിഞ്ഞാൽ 183 വർഷമായിട്ട് പെൻഡിംഗിൽ കിടക്കുന്ന ഒരു സാധനമാണ്. ഇത് ഈ വർഷം നടപ്പിലാക്കും, നാളെ നടപ്പിലാക്കും എന്നൊക്കെ നമുക്ക് നെഞ്ചത്തടിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് അത് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് എത്രയോ ദിവസങ്ങളായിട്ട് കേരളത്തിൽ മാത്രം ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ക്രിസ്ത്യൻസിനെ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത് വെറും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നാഗാലാൻഡിലെ പ്രതിനിധികളോട് അവര് പറയുന്ന ഒരു കാര്യമാണ്. അതെ, അതിനെ തന്നെയാണ് ഞാൻ വരുന്നത്. അല്ല, ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളെന്നല്ല പറഞ്ഞത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നാഗാലാൻഡിലെ ക്രിസ്ത്യൻ വിഭാഗം അവിടുത്തെ ട്രൈബൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വിഭാഗം കൂടിയാണ്. അപ്പൊ ആർട്ടിക്കിൾ 371A നാഗാലാൻഡിൽ നിലനിൽക്കുന്നത് കൊണ്ട് അവരുടെ റിലീജിയസ് കസ്റ്റംസുമായിട്ടുള്ള നിയമങ്ങൾ, ജീവിത രീതിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ പാർലമെന്റിൽ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നാഗാലാൻഡ് അസംബ്ലി പാസ്സായാൽ മാത്രമേ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിലേക്ക് UCC കൊണ്ടുവരണം എന്നുള്ളതാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. അത് പരിഗണിക്കാമെന്നുള്ള നിലയിലാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും ഇതിൽ നിന്ന് ഒഴിവാക്കാം കേന്ദ്രം ഉറപ്പ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് 100 വർഷത്തിന് മുകളിലായിട്ടുള്ള പ്രശ്നമാണ് താങ്കൾ പറഞ്ഞല്ലോ. എന്താണോ 100 വർഷത്തിന് മുമ്പുള്ള കൺഫ്യൂഷൻ, ആ കൺഫ്യൂഷൻ തരിമ്പ് പോലും മാറ്റമില്ലാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇത് ആദിവാസികളെ ബാധിക്കുമോ എന്നറിയില്ല. തരിമ്പ് പോലും മാറ്റമില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ട്രൈബൽ വിഭാഗങ്ങൾ ഏത് രീതിയിൽ ബാധിക്കുമെന്നാൽ ഒഴിവാക്കുമെന്ന് അറിയില്ല. ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഒഴിവാക്കുമെന്ന് അറിയില്ല. ഇവിടെ എന്താണ് അവിടുത്തെ ഗോവയിലെ നിയമങ്ങൾ മാറ്റുമെന്ന് അറിയില്ല. ഒന്നും മാറ്റുമെന്ന് അറിയില്ല. ആകെ പറയുന്നത് എന്താണ് UUC എന്നൊറ്റ വാക്ക് മാത്രമാണ്. UCC എന്നൊറ്റ വാക്ക് മാത്രമാണ്. ഹാഷ്മി, 22ാം ലോ കമ്മീഷൻ ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങൾ മുഴുവൻ വരണം. ഈ അഭിപ്രായങ്ങൾ മുഴുവൻ വന്നതിന് ശേഷം അത് മുഴുവൻ പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പറ്റാത്തതെന്ന് അറിയണം. എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആൾക്കാരോട് ഈ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. എന്താ ആൾക്കാരെ പരിഹസിക്കുകയാണോ? അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിക്ക് എന്താണ് പറഞ്ഞത്? അല്ലല്ല ഹാഷ്മി, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് സെൻസ് ഇല്ലാന്ന് ഞാൻ ഈ ലോ കമ്മീഷൻ അധികാരം എന്താണ്? അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അത് പറഞ്ഞ് നടപ്പാക്കാൻ സർക്കാർ ബാധ്യമാണോ? ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, പൗരത്വ ഭേദഗതി ലോ കമ്മീഷൻ പഠിച്ചോ? ഹാഷ്മി, പൗരത്വ ഭേദഗതി ലോ കമ്മീഷൻ പഠിച്ചോ? ഉണ്ടാവണ്ടേ? അതിന് സജഷൻസ് പൗരത്വ ഭേദഗതി ലോ കമ്മീഷൻ പഠിച്ചോ? കാര്യം അല്ല, പൗരത്വ ഭേദഗതി ലോ കമ്മീഷൻ പഠിച്ചോ? ലോ കമ്മീഷൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. UCC പറയുന്ന ഒരു കാര്യം 142 കോടി ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. നോട്ട് നിരോധനം ലോ കമ്മീഷൻ പഠിച്ചോ? ആർട്ടിക്കിൾ 307 ലോ കമ്മീഷൻ പഠിച്ചോ? നിങ്ങൾക്ക് ഒരു നിയമം നടപ്പാക്കണമെങ്കിൽ അപ്പം ചുടുന്നോൾ നിങ്ങൾ നടപ്പാക്കും. യുവരാജ് ഗോകുൽ, ഇത് നടപ്പാക്കാൻ കഴിയില്ലെന്നേ. ഇത് താളം ചവിട്ടിലേ നടക്കൂ. ഇത് നടപ്പിലാക്കാൻ ഹാഷ്മി, നിങ്ങൾ എന്നെ മറുപടി പറയാൻ സമ്മതിക്കാതെ ചുമ്മാ ചോദ്യത്തിന്റെ മേൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് ഉത്തരം പറയുക? നിങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞു 183 വർഷമായിട്ട് തരുമ്പും വ്യത്യാസമില്ലാതെ. ഞാൻ എപ്പോഴാണ് പറഞ്ഞ 183 വർഷങ്ങളായി നിൽക്കുന്ന വിഷയമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. 1956 ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നു. തരുമ്പല്ല, ഒരുപാട് മാറി. കാരണം 1956 മുൻപ് ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ പലതരത്തിലാണ് അവരുടെ സിവിൽ കോഡ് നിലനിന്നിരുന്നത്. പലതരത്തിലാണ് അവരുടെ സക്സഷൻ, ഡിവോഴ്സും ഒരുപാട് കാര്യങ്ങൾ നിലനിന്നിരുന്ന. പണ്ട് ഒരു കിണ്ടി എടുത്ത് പുറത്തു വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിവോഴ്സ് ആയിരുന്നു, ഒഴിമുറിയായിരുന്നു. 1956 ശേഷം അങ്ങനെയല്ല. അപ്പൊ തരുമ്പല്ല, ഒരുപാട് മാറി. മാറാതെ നിൽക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയും ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസും മുസ്ലിം കമ്മ്യൂണിറ്റീസുമാണ്. അപ്പൊ അതിലേക്ക് വീണ്ടും ചർച്ച നടക്കണം. 1840 മുതൽ തുടങ്ങിയ ചർച്ചയാണ് 1956 ഹിന്ദു കോഡ് ബില്ല് ഉണ്ടാകുന്നതിലേക്ക് കൊണ്ടെത്തിച്ചത്. 1956 നമ്മളിത് നിർത്തിയില്ല. വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ വിടണം. പിന്നെ നിങ്ങൾ ഈ ട്രൈബൽസിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അല്ലല്ല, നിങ്ങൾ എനിക്കും സമയം തരൂ ഹാഷ്മി. നിങ്ങൾ പറയുന്നത് ഇത്രയും നേരം ഞാൻ കേട്ടോണ്ടിരുന്നതല്ലേ? ഒരല്പം കൂടി സമയം തരൂ. പിന്നെ ഈ ട്രൈബൽസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതൊരു വലിയ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഈ
ട്രൈബൽസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മേഘാലയയിലെ ട്രൈബൽസ് എനിക്ക് തോന്നുന്നു മെട്രിലീനിയർ സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. മെട്രിലീനിയർ സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പെൺമക്കൾക്കാണ് ഈ പറയുന്ന ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ അവകാശം വരുന്നത്. ആൺമക്കൾക്ക് അവിടെ അവകാശമില്ല. അതുപോലെ തന്നെ ജാർഖണ്ഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ അവകാശം പോകുന്നത് പുരുഷന്മാർക്കാണ്. ഇനി എനിക്ക് തോന്നുന്നു മിസോറാമിലേക്കാണെന്ന് തോന്നുന്നു. മിസോറാമിലേക്ക് പോയി കഴിഞ്ഞാൽ ചില കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ മൂത്ത മകനാണ്, ചില കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഇളയ മകനാണ്. അപ്പൊ ഈ ഗോത്രങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഗോത്രങ്ങളുടെ മുഴുവൻ നിയമവും കാര്യങ്ങളും എല്ലാം മാറ്റിയതിനു ശേഷം മാത്രമേ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു നിയമം ഇത്തരത്തിൽ കൊണ്ടുവരാൻ സമ്മതിക്കുള്ളൂ എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരുഷ പ്രതിനിധികൾ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, എനിക്ക് ആദ്യം അറിവാണ് ആചാരങ്ങളെ മാറ്റുന്നുണ്ടോ UCC? ആചാരങ്ങളെ UCC മാറ്റുമോ? ആചാരങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ ലോക്കലി ചില ഭരണ സംവിധാനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂപ്പന്മാരുണ്ടാവും, മൂപ്പന്മാരിൽ നിന്ന് അടുത്ത മൂപ്പനെ. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ അവരിൽ ഭയമുണ്ട്.